ഒന്നല്ല ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ ഒന്നാമത് ചൊല്ലുടോ ഒരു പാപ്പകും ഉമ്മകും ഒന്നാമത്തെ ജവാബ്ദാരി എന്തിനുണ്ട് ഉമ്മമാര് ഒരു ഉമ്മക്ക് അഥവാ പാപ്പക്ക് കിടാവുരുട്ടുകൊള്ള ഒന്നാമത്തെ ബാധ്യത എന്തിനുണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ബഗ പടിപാടി കൊടുക്കണോ അല്ലാഹുവിന്റെ ബഗ പിന്നെയാണ് നിസ്കാരത്തെ ബഗ പിന്നെയാണ് ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ ബഗ എല്ലാം അത് പിന്നെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ബഗ പടിപാടി കൊടുക്കണോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഗ ചൊന്നു കൊടുക്കണോ കിടാവക 2 വർഷാകുമ്പോ നിന്റെ കിടാവ് ഇംഗ്ലീഷിലെ പലക ബരിയോനോട്ടു ആഗ്രഹിക്കടെ ഉമ്മമാരില്ലേ ബാപ്പമാരില്ലേ മോനെ നിന്റെ കിടാവരുട്ടിക്ക് അങ്ങനെ നബിയാറ് കേട്ടെങ്കിൽ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്റെ കിടാവ് ചൊല്ലണോ ചൊന്നിട്ടു ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു ഉമ്മമാർ നിന്റെ ഈ സദസ്സുണ്ടാ ഉമ്മമാര് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഗ പടിപാട്ടുള്ളൊരു ബാപ്പകും ഒരു ഉമ്മക്ക് നിർബന്ധമാണ് ആരാണ് അല്ലാഹുവിന്റെ റസൂൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ ആമിന ബീവി അല്ലാഹുവിന്റെ റസൂലുക്ക് നല്ല സ്വഭാവം ബർഗു വേണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂലുക്ക് നല്ല സ്വഭാവം ബർഗു വേണ്ടിട്ട് നല്ല സുന്ദരമായ ഭാഷയുടെ പഠിക്കണുക വേണ്ടിട്ട് നല്ല വാതാവരണമുള്ള ജാഗല വെളിയണുക വേണ്ടിട്ട് പാല് കൊടുക്കണ കിടാവിടെ പോലും ആമിന ഉമ്മ പുട്ടു തെച്ചില്ലേ എന്തൊരു ത്യാഗമാനത് ആമിന ബീവി റളിയല്ലാഹു അൻഹാ പെറ്റകനിക്ക് കിടാവ് അല്ലാഹുവിന്റെ റസൂൽ ആ കിടാവുക്ക് പാല് കൊടുക്കണുക വേണ്ടിട്ട് ഹലീമത്തു സഅദിയ ചൊല്ല പെണ്ണികളെ ഏൽപ്പിക്കണുള്ള കാരണ ഹലീമത്തു സഅദിയ ചൊല്ല പെണ്ണിക വല്ലാത്ത നല്ല സ്വഭാവത്തെ പെണ്ണാണ് മക്കത്തെ ഒരു പ്രദേശത്തിലുള്ള സഅദ് ചൊല്ല ഒരു കബീല നാപ്പോടെ അയ്മ്പോടെ എടര അവമുള്ള കനകത്തെ സഅദ് ഗോത്ര ആ സഅദ് ഗോത്രത്തെ എല്ലാ പെണ്ണികളെ വല്ലാത്ത സ്വഭാവമാണ് പെണ്ണികള് പൊട്ടേക്ക് പിടിച്ചേക്ക് വേണ്ടാത്തത് പലകവരുടെ സ്വഭാവമല്ല പിന്നൊരാളെ ദൈവത്തെ ചൊല്ലുടെ സ്വഭാവമില്ല നമീമത്ത് ചൊല്ലുടെ ബുദ്ധിയില്ല അല്ലാഹുടെ അല്ലാഹുടെ റസൂലയും അഥവാ അല്ലാഹുടെയും സ്വന്തം മാപ്പരുടെ ധിക്കരിക്കട കനകത്തെ സ്വഭാവമില്ല അങ്ങനത്തെ പെണ്ണിക മീത്ത് തന്റെ കിടാവുക പാല് കൊടുത്തെങ്കിൽ ആ സ്വഭാവം തന്റെ കിടാവുക ബറുവല്ലേ ചൊല്ല ആഗ്രഹമാണ് അത് മാത്രമല്ല മക്കത്തുൽ മുകറമത്തിൽ എല്ലാ മനുഷ്യന്മാരെ അറബിയെ പളക്കവരിടെങ്കിൽ സഅദ് കബീലത്തെ ആളുമാരെ പളക്കവരുടെ നല്ല പെർഫെക്റ്റ് ആയ ശുദ്ധമായ അറബിയാണ് ഭാഷയിൽ പരസ്പര വ്യത്യാസമുണ്ട് അങ്ങനെ സൗത്ത് കേന്ദ്രത്തിൽ നക്കിനിക്കുമുണ്ട് ആളുമാര് എല്ലാ ജാഗര നക്കിനിക്കും ഒരുപോലെയല്ലേ അങ്ങനെ കാസർഗോഡ് കേരളത്തിലുള്ള പോണാല് ജില്ലയിലെ തിരുവനന്തപുരത്തോല കാസർഗോഡ് അപ്പറ പോയെങ്കിൽ കണ്ണൂർ കാലിക്കറ്റ് വയനാട് പാലക്കാട് തൃശ്ശൂർ അതുപോലെ ആലപ്പുഴ എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ചൊല്ലെ ഈ പോണാല് ജില്ലയില് പരസ്പര മലയാളത്തിന് വ്യത്യാസമുണ്ടോ കാസർഗോഡ് തിരുവനന്തപുരത്തോല ഉള്ള ആളുമാരെ മലയാളിങ്ങ കേരളത്തെ ചൊല്ലെങ്കിലും ആ പോണാല് ജില്ലയുടെ ആളുമാര് പലക്കവരുടെ മലയാളത്തിന് ചിലപ്പോ ജാവും പോലും വ്യത്യാസമുണ്ടോ കോട്ടയം ചൊല്ലിയുടെ ജില്ലയുടെ ആളുമാര് പലക്കവരുടെ പെർഫെക്റ്റ് പ്യൂർ അറബിയാണ് കേരളത്തെ പോണാല് ജില്ലയില് കോട്ടയം ചൊല്ലുടെ ജില്ലയുടെ ആളുമാര് പലക്കവരുടെ നല്ല ശുദ്ധമായ മലയാളമാണ് അതുപോലെ സഅദ് ഗോത്രത്തെ ആളുമാര് പലക്കവരുടെ നല്ല ശുദ്ധമായ അറബിയാണ് അതുകൊണ്ട് നിന്റെ കിടാവ് ശുദ്ധമായ അറബി തെരിയണോ ചൊന്നിട്ടു ആമിന ബീവി റളിയല്ലാഹു അൻഹാടെ പോലെ 100 കണക്കിലുള്ള പെണ്ണുങ്ങൾ പെറ്റകനികത്തെ കിടാവിടെയുണ്ടല്ലേ സഅദ് കബീലത്തെ പെണ്ണുങ്ങളെ കയ്യിൽ പാല് കൊടുക്കുക വേണ്ടി കൊടുത്തോണ്ടിന്നാറ് മൂന്നാമത്തെ കാരണം എന്തിനെ കൊണ്ടോണ്ട അവിടെ ഉള്ള നല്ല ശുദ്ധമായ കാത്ത് ശുദ്ധമായ തന്നെ നല്ല ശുദ്ധമായ വാതാവരണ അങ്ങനത്തെ വാതാവരണത്തിൽ കിടാവ് ബലയണോ ചൊന്നോട്ടു പെറ്റ് കിടാവിടെ പിന്നൊരു പെണ്ണികളൊട്ടിക പാല് കൊടുക്കൊണ്ടു ഏൽപ്പിക്കുന്നത് സ്വാഭാവികമാണ് പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആമിന ബീബി റളിയല്ലാഹു അൻഹാ ഗർഭം ധരിച്ച സാദിഖ് അബ്ദുല്ല റളിയല്ലാഹു അൻഹു വഫാത്തായി പോയിട്ട് ആമിന ബീവി റളിയല്ലാഹു അൻഹാ ഗർഭിണിയായ സമയത്തിൽ സ്വന്തം മാപ്പരുടെ സാന്നിധ്യമില്ല. ഒരു പെണ്ണുക്ക് സ്വന്തം മാപ്പരുടെ ഏറ്റവും അനിവാര്യമായ തരത്തിലുള്ള സാന്നിധ്യം അവള് ഗർഭം ധരിച്ച കനികത്തെ സമയത്തിലല്ല മുസ്ലിം എന്റെ ചൊമ്മത്തെ
മക്ക ബാപ്പരൊട്ടിക മഹബത്തില്ലാണ്ടായി പോയേ. ബാപ്പരൊട്ടികളുടെ പിരിസപ്പാട് കുറയണുകൊല്ല കാരണ, ബാപ്പരൊട്ടികളുടെ കടപ്പാടുകൾ മക്കളെ നിറവേറ്റാണ്ടിക്കൊണുകൊല്ല കാരണ. ആ കിടാവ് ഗർഭവതിയായ ഉമ്മയുടെ ഭയത്തില് ചെറിയ കിടാവായി കിടക്കുന്ന സമയത്തില് ആ കിടാവ് ബാപ്പയുടെ സാന്നിധ്യം എന്തിനേണ്ട ഗൊന്താവണുകൊല്ലേ അവകാശത്തെ നീನು കൊടുത്തില്ല. മകിലായിട്ട് ഒരേ തിങ്കള് 1.5 തിങ്കള് നീ ഗൾഫുക്ക് പോയെ. പിന്നെ പണ്ട് കിടാവിടെ ബർത്ത്ഡേ ആചരണ കൊണുകൂ. സുബ്ഹാനല്ലാഹ്, അതുവരേക്കും കിടാവുക ബാപ്പയുടെ പിരിസ എന്തിനേണ്ട ഗൊത്തായില്ല. ആമിന ബീവി റളിയല്ലാഹു അൻഹാക്ക് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വഫാത്തായി പോയ സമയത്തില് ഭർത്താവുടെ സാന്നിധ്യം എപ്പോഴാണോ അനിവാര്യമായിട്ട് വേണായത്, ആമിന ബീവി കർപ്പുഞ്ചായ പെണ്ണകതില്ലാണ്ടായി പോയിട്ട് യതീമായ കിടാവിടെ പാല് കൊടുക്കുന്നത് വേണ്ടി സഅദ് ഗോത്രത്തെ ഒരു പെണ്ണുങ്ങളെ കയ്യിൽ കൊടുക്കുമ്പോ അത് ഏറ്റെടുത്ത പെണ്ണ് ഹലീമത്തു സഅദിയ. ബീവിക്ക് അല്ലാഹു അതാ കൊടുത്ത് കനിക്കത്തെ ഒരു കൊറത്തെ എന്തിര കൊന്തുന്ന പെണ്ണുങ്ങള്. ഹലീമ ബീവിയുടെ വലത്തെ ഭാഗത്തിൽ പാല് ഇല്ല. ഹലീമ ബീവിക്ക് വേറെ കിടാവുണ്ടു. പക്ഷെ ഹലീമ ബീവി ഏത് കിടാവുക പാല് കൊടുക്കണമെങ്കിലും ഇടത്തെ ഭാഗത്തെ പാല് മാത്രം ഹലീമ ബീവി കൊടുക്കൂ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവിടെ കിടാവിടെ എടുത്തപ്പോ നെനപ്പില്ലാണ്ട് വലത്തെ ഭാഗത്തേക്ക് വെച്ചു കൊടുക്കൂ. സുബ്ഹാനല്ലാഹ്, സഡൻ നെനപ്പാവിടെ പടച്ചവിടെ എന്തൊരു അപലക്ഷണ, എന്തൊരു ഗതികേടിത്. നെനപ്പില്ലാണ്ട് ഒരു ബാപ്പയില്ലാത്ത കിടാവ് പോണികെ ഒന്നാമതിനാണ് ഈ പാലില്ലാത്ത പൊട്ടല്ലേനാണ് ബായിക്ക് വെച്ച് കൊടുത്തേച്ചൊന്നോട്ടു. സഡൻ കിടാവിടെ എടുത്തിട്ട് ഇടത്തെ ഭാഗത്തേക്ക് തിരിക്കൊടുക്കു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെ കിടാവിടെ ചുണ്ടുടെ ഇടയിലെ പാലിങ്ങനെ അറിഞ്ഞോണ്ടുണ്ടോ. തങ്ങളുടെ ചുണ്ടു തട്ടലോടുകൂടി റസൂലുള്ളാഹി തങ്ങളെ ശറഫാക്കപ്പെട്ട കിടാവിടെ നാവ് തട്ടലോടുകൂടി ഹലീമ റളിയല്ലാഹു അൻഹായുടെ വലത്തെ ഭാഗത്തിൽ അല്ലാഹു പാലുണ്ടാക്കി കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തെ പ്രത്യേകതയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രത്യേകതയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീരത്തെ ബാക്കിന്റെ ശരീരകനിക്കല്ല. ചില ആൾമാർ ഇപ്പൊ സാധാരണ ചൊല്ല കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ, അത് സാധാരണ മനുഷ്യൻ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പോട്ടെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ റസൂലുള്ളാഹി തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരം ബാക്കിന്നത് പോലെയല്ല. നമുക്കറിയാം, ആ ചുണ്ടു തട്ടലോടുകൂടി വർഷങ്ങളിലായിട്ട് പാലില്ലാണ്ട് പൊട്ടായിട്ട് കനക്കത്തെ ആ സ്ഥലത്തിൽ അല്ലാഹു പാലുണ്ടാക്കി കൊടുത്ത ഈ ചുണ്ടു തട്ടലോട് അത് സ്വഹാബത്ത് കൊന്തിത്ത് അങ്ങ് വല്ലാണ്ട് റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിച്ച ആ സ്നേഹവും ആ അദബാനിന്റെ റസൂലുള്ളാഹി തങ്ങളൊട്ടേക്ക് ഞങ്ങൾ കുറഞ്ഞു പോയേ. ചില ആൾമാർ നോക്കണം, സുബ്ഹാനല്ലാഹ്, അങ്ങാന്റെ വായിലെ ജഗലിൽ വെച്ചിട്ട് അത് ഹദീസിലുണ്ട്, അത് ബുഖാരിയിലുണ്ട്, ഖുർആനിലുണ്ട്, ഖുർആനിൽ ചൊന്നറ, ഹദീസിൽ ചൊന്നറ. അതിൽ അദബുകേടാണ്, അത് അദബുകേടാണ്. അത് നല്ലോണം ഞങ്ങൾ ആലോചനാക്കുന്നു. ലോകപ്രസിദ്ധമായ ഹദീസിലെ പണ്ഡിതൻ ആര് കൊണ്ടുണ്ട്? ലോകപ്രസിദ്ധമായ ഹദീസിലെ പണ്ഡിതൻ ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുയുടെ ഉസ്താദ് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, ലോകപ്രസിദ്ധനായ ദാറുൽ ഹിജ്റ അറിയപ്പെട്ട കനകത്തെ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ ഹദീസിനെ ചൊന്നു കൊടുക്കണക വേണ്ടി ദൈക്കരങ്ങളെ കൊണ്ടുണ്ട്. ശുദ്ധമായിട്ട് നല്ല കുളിച്ചിട്ട് ഒളുവാക്കിയിട്ട് നല്ല ഡ്രസ് ഇട്ടിട്ട് സെന്റെല്ലാം തോത്തിട്ട് നല്ല ഗാംഭീര്യത്തിൽ വഖാരത്തിൽ ഖിബ്ലക്ക് മുന്നിട്ട് വെച്ചിട്ട് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ ഹദീസിനെ ചൊന്നു കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഹദീസിനെ ചൊന്നു കൊടുക്കുന്നു. അങ്ങനെ ചൊന്നു കൊടുക്കുമ്പോൾ കൊണ്ടല്ലേ തേലുണ്ടല്ലോ, കൊമ്പത്തേൽ, അത് തെല്ല് ബിഷവുല്ല സാമന് കൊമ്പത്തേൽ. കൊമ്പത്തേൽ ഈ ബിഷ അത് നജസ. നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾക്ക് പാമ്പ് വന്ന് കൊത്തിയെങ്കിൽ മരിക്കറാണയില്ല, പിന്നത്തെ ബിഷയുണ്ട്, നിസ്കാര ബാത്തിലാവുടു. കാരണം ബിഷ നജസ, ബിഷ നജസാണ്, സുമ്മത നജസ. അതുകൊണ്ട് ശരീരത്തിൽ നിസ്കരിക്കുന്ന ശരീരത്തെ ഈ ബാഹ്യഭാഗത്തിൽ അവന്റെ ആന്തരിക ശരീരത്തെ ഉൽഗത്തിലല്ല, അവന്റെ പർത്തര ഭാഗത്തിൽ നജസായില്ല, അവന്റെ നിസ്കാര ബാത്തിലാവും. അതേ സമയത്തിൽ നിസ്കരിക്കുന്ന ഒരാൾക്ക് കൊമ്പത്തേള് വന്ന് കുത്തിയെങ്കിൽ കൊമ്പത്തേളും വിഷമുണ്ടോ, നിസ്കാര ബാത്തിലാവില്ല. എന്റെ കാരണം ഈ കൊമ്പത്തേളുണ്ടല്ലേ, അത് ഉൽഗത്ത് ഇഞ്ചക്ഷൻ ആക്കി കാണിക്കമേ ഉൽഗത്ത് വിഷത്തെ ഇഞ്ചക്ട് കിടത്ത്. പാമ്പ് കടിച്ചെങ്കിൽ അങ്ങനല്ല, വിഷം ബാഹ്യമായ ശരീരത്തെ പർത്തര ഭാഗത്തിൽ അതിന് വിഷയിക്കും. പാമ്പ് കടിച്ചെങ്കിൽ അത് വിഷയം പിന്നേറ്റത് നിസ്കാരത്തെ ഹുക്കുമ ചൊന്നേ. പാമ്പ് കടിച്ച ഒരാളുടെ നിസ്കാര ബാത്തിലാവുള്ള കാരണം വിഷ നജസ് അവന്റെ ശരീരത്തെ പർത്തര ഭാഗത്തിലധികം.
അതേ സമയത്തിൽ കൊമ്പത്തേട് കടിച്ചെങ്കിൽ അത് ഡയറക്റ്റ് ഉൾഗത്തിക്ക് ഇഞ്ചക്ഷനിൽ കുത്തി കടത്തിക്കാൻ വിഷത്തെ ഉൾഗത്ത് കടത്തരുത് കൊണ്ടിട്ടു നിസ്കാര ബാത്തിലാവും. വിഷം നജസാണ്, അത് മനസ്സിലാക്കണം. വലിയ വിഷയം. വിഷ കൈക്ക് തട്ടിയെങ്കിൽ അത് നജസാണ്, ചന്ത കൽകൊണ്ട. പാമ്പ് പിടിക്കൽ ആൾമാരല്ലേ കിട, അതിന് വിഷ താറ്റിയെങ്കിൽ ചന്ത കൽകൊണ്ടത് നജസാണ്. അപ്പൊ ഏതായാലും മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു അങ്ങനെ നിസ്കാരത്തിൽ അങ്ങനെ നിസ്കാരം ഞങ്ങൾ സലാം വീട്ടുമ്പൊത്തുകല്ല ഞങ്ങളെ തടിയിലൂടെങ്കിൽ നജസ് കണ്ടെങ്കിൽ നിസ്കാര ബാത്തിലാണ്. അപ്പൊ ബദലെ മടക്കി നിസ്കരിക്കും, അത് കൽകിട്ട് ശുദ്ധിയാക്കി. അതുകൊണ്ട് പണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പിന്നെ ഖലീഫ ഹാറൂൻ റഷീദിന്റെ കാലത്തിൽ പണ്ഡിതന്മാർക്ക് വാദപ്രതിവാദമായുണ്ട്. ആ വാദപ്രതിവാദം അണ്ടത്തെ കാലത്തെ ഖാലിയാർമാർ ഒരു ഭാഗത്തിൽ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മറുഭാഗത്ത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചൊന്നെങ്കിൽ അഗാധമായ പാണ്ഡിത്യത്തിന് 7ാമത്തെ വർഷത്തിൽ ഹാഫിദ്. ഞങ്ങളെ മക്ക 7ാമത്തെ വർഷത്തിൽ അദബുൻ ആജുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു 7ാമത്തെ വർഷത്തിൽ ഹാഫിദ്, 10ാമത്തെ വർഷത്തിൽ മുദരിസ്. 10ാമത്തെ വർഷത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മുദരിസാൻ. 14ാമത്തെ വർഷത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഏത് മസ്അലക്കും ഫത്വ കൊടുക്കുന്നു മുഫ്തിയാവണു തറപ്പെട്ട ഒരു ആലിമായിട്ട് ബദലാവനൈത്ത്. ആ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ഒട്ടിಗೆ ഇൽമു പഠിക്കുമ്പോൾ ഉസ്താദിനൊട്ടിಗೆ ഇൽമു പഠിക്കുമ്പോൾ ഒരു ജാബുക മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ഔത്തുക പോയി ദിച്ചു. പിറ്റേന്ന് സുബൈക്ക് ഔത്തിരെ വന്നിട്ട് ക്ലാസ്സൊക്കെ വന്നിട്ടാകുമ്പോഴത്തേക്കും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മുതഅല്ലിമീങ്ങളൊട്ടിಗೆ മാലിക് റളിയല്ലാഹു അൻഹു ഉസ്താദ് ഒരു പ്രശ്ന കേൾക്കണം, ഒരു ക്വസ്റ്റ്യൻ കേൾക്കണം. ടപ്പാണ്ട് ഉത്തരം ചൊല്ലി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. അപ്പൊ മാലിക് ഇബ്നു അനസ് ഹദീസായിട്ട് കേൾക്കട്ടെ, ഓനെ ഇതെങ്ങനെ കിട്ടിയ ഈ ഉത്തരം ഇണ്ടേ വരെ നിങ്ങൾക്ക് ആർക്കും പഠിപ്പാറ്റിയതല്ലേ. ഈ ഉത്തരം നാണ് നണ്ടൊരു ഗ്രന്ഥത്തിൽ നണ്ടൊരു കിതാബിൽ എഴുതി വെച്ചിട്ട് പുറത്തു ആർക്കും പഠിപ്പാട്ടിട്ടില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഉസ്താദിനൊട്ടിಗೆ ചൊല്ലിട്ട് മാലിക് ഇബ്നു അനസ് തങ്ങളൊട്ടിಗೆ ഉസ്താദ് ഇന്നലെ ജാവ് ഞാൻ ഔത്തലിന്നല്ലേ ജാവ് നേരെ ബെൽക്കര എടല് സുബൈ ബാങ്ക് കൊടുക്കര എടല് ഉസ്താദ് ഉണ്ടാക്കിയ അൽ മുഅത്ത ചൊല്ലിട്ട് ലോക പ്രസിദ്ധമായ ഗ്രന്ഥം ഉണ്ടല്ലേ, കംപ്ലീറ്റ് ഞാൻ ബൈഹാട്ടാക്കിയ ഒറ്റ ഒരു ജാവ്. ആ മുഅത്ത ചൊല്ലിട്ട് കിതാബിന്റെ സുബൈ നേരെ ബെൽക്കര എടക്ക് ഞാൻ ബൈഹാട്ടാക്കിയ അത്ര ബല ഓർമ്മശക്തി. പെണ്ണിങ്ങളെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഈ അപാരമായ പാണ്ഡിത്യത്തിന് കാരണം എന്തിനു കേൾക്കുമ്പോ പിൻകാലത്തിൽ ഇമാമികളൊട്ടിക ശിഷ്യന്മാരൊട്ടിക കാരണം ചൊല്ലുടൂ. തന്റെ ഉമ്മണക്ക് പാല് തന്റെ സമയത്തില് ഉമ്മക്ക് ഒതു കൊടുക്കണുക. അവിടെ സന്ദർഭത്തിൽ ഒതു ഇല്ലാണ്ട് തന്റെ ഉമ്മണക്ക് പാല് തന്നില്ല. ഒതുവോടുകൂടി തന്റെ ഉമ്മണക്ക് പാല് തന്നോണ്ടിരുത്തി ഞങ്ങൾ ഒതുവാക്കുക ഞങ്ങൾ പാല് കൊടുക്കണക്ക് പോട്ടെ നിസ്കരിക്കുമ്പോ സമയം ഒതുവാക്കുക പുറത്ത് കിട്ടില്ല. കിടാവോടുകൂടി പാല് കൊടുത്തോണ്ടിരുന്നതാണ് കിടാവിടെ ബുദ്ധിശക്തി കാരണം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചൊന്നിട്ടില്ലെങ്കിൽ ആ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുടെ പ്രഗൽഭനായ ഉസ്താദായ ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുടെ മദീനത്തുൽ മുനവ്വറത്തിൽ അതാ ചെരുപ്പിട്ടിട്ട് നടക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി കിടന്ന ഭൂമി, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി കിടന്ന മണ്ണിടെ നാണെങ്ങനെ ചെറുപ്പിടെ കാലിൽ ചവിട്ടണോ ചൊന്നോട്ടു. അല്ലാഹുവിന്റെ റസൂലുട്ടികളുടെ ബഹുമാന കാരണം കൊണ്ടു മദീനത്തെ മണ്ണിൽ ചെറുപ്പിടാട് നടന്ന പണ്ഡിതനാണ്. അങ്ങനത്തെ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലെ ഹദീസിലെ ചൊന്നു കൊടുക്കുന്ന സന്ദർഭത്തില് നല്ല പിശവുള്ള കൊമ്പത്തേട് വന്ന് കാലക കടിക്കിട് ഒരു കല്ല ജണ്ട് ബട്ടല്ല പോണാറ് ബട്ട അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു മുന്നിൽ വെച്ചിട്ട് ആ കൊമ്പത്തേട് കടിക്കിനെതിരെ നോക്കി വെച്ചിട്ട് ഇങ്ങനെ എണ്ണുക തുടങ്ങിട്. പോണാറ് ബട്ട കൊമ്പത്തേട് കാലക കടിച്ച ഉടകെ കടിക്കൊമ്പത്തുകോ അതിന്റെ വിഷ തടിക്ക് വലിച്ചിട്ട് നൊമ്പല സതിക്കൊണുകാവാട്ട് കണ്ണിൽ ഇങ്ങനെ തന്നി എറിഞ്ഞിട്ട് താടിലൂടെ കണ്ണിടെ തന്നി തൊമ്പത്തുക പോലും ആ കാലത്തെല്ലു പോലും എടുത്തിട്ട് പന്ത് പാട്ടില്ല. എന്റെ കാരണം കൊണ്ടുണ്ട മുസ്ലിമേ അല്ലാഹുവിന്റെ റസൂലെ ഹദീസിലെ കിതാബിന്റെ എതിരല്ലേ നാണ് വെച്ചിട്ടുള്ളേ. അല്ലാഹുവിന്റെ റസൂലെ ഹദീസിലെ കിതാബിന്റെ എതിരല് നാണ് എങ്ങനെ തന്റെ കാല് പന്ത് പാട്ടണോ ചൊല്ലെ പേടിയാണ്. അതാണ് അദബ്, അതാണ് ബഹുമാനം, അതാണ് ആദരവ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ ചൊല്ലുല്ലേ ലൈസൽ ജമാലു ബി അസ്വാബിൻ തുസയ്യിനുഹാ ബലിൽ ജമാലു ജമാലുൽ ഇൽമി വൽ അദബി. യഥാർത്ഥ സൗന്ദര്യം ഏതുകൊണ്ട്
കൊത്തുന്ന പെണ്ണുങ്ങള് നല്ല വസ്ത്രം ധരിച്ചിട്ട് നല്ല ചന്തമായിട്ട് മേക്കപ്പ് ഇട്ടിട്ട് ഞങ്ങൾ പ്രകടിപ്പിക്കടക്കനിക്കത് ശരീരത്തെ ആന്തരികമായ ഈ ബാഹ്യമായ ഈ നഗര കനിക്കത് സൗന്ദര്യമല്ല. യഥാർത്ഥ സൗന്ദര്യ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചൊല്ലുടോ, ഒരു കിടാവ് എത്ര മാത്രം അതബുണ്ട, എത്ര മാത്രം ശിസ്തുണ്ട, എത്ര മാത്രം ഇൽമുണ്ട്, അതാണ് യഥാർത്ഥ കിടാവിടെ സൗന്ദര്യ. അതബല്ലേ ഇന്ന് നഷ്ടപ്പെട്ടു പോയോണ്ടുള്ളേ സ്വന്തം ബാപ്പക്ക് പോലും വില കൊടുക്കാത്ത മക്കളാണ്, സ്വന്തം ഉമ്മയുടെ പൊരുത്തമേനോട്ട് ആഗ്രഹിക്കാത്ത മക്കളാണ്, സ്വന്തം ഉമ്മയുടെ ബാപ്പയുടെ കണ്ണട തന്നിക കാരണം അവിടെ സമൂഹമാണ് ഞങ്ങളുടെ കണ്ണട മുന്നിലുള്ളേ. എത്ര ഉമ്മമാരുണ്ടോ, എത്ര ബാപ്പമാരാണ് എന്റെ കണ്ണട തന്നെ എടുത്തോണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, സ്വന്തം മക്കളൊട്ടിക മുണ്ടൊണുക പോലും പേടിയാവിടെ അബ്ബാവുമ്മ, സ്വന്തം മക്കളൊട്ടിക പലക പറയണുക പോലും ഒന്ന് ഉപദേശം കൊടുക്കണുക പോലും വേണ്ടാത്ത ഹറാമിയത്താക്കുമ്പത്തുകൊന്നു താക്കീതാക്കണുക പോലും പേടിയാവിടെ കനിക്കത്തെ ഉമ്മ ബാപ്പയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടെ മുസ്ലിമേ, ആദരിച്ചങ്ങളെ ആദരിക്കാണ്ട് നീനൊരു പരിപൂർണമായ മുസ്ലിം ആവില്ല. നീനുള്ള സമുദായത്തുക, നീനുള്ള ഔത്തുകല്ല, നീനുള്ള റായത്തുകല്ല, നീനുള്ള സമുദായത്തുകല്ല അവിടെ ശാപയിറങ്ങട്. അല്ലാഹുവിന്റെ റസൂലാണ് ചൊല്ലുടെ, വല്ലാഹി ലാ യൻസിലു റഹ്മത്തുൻ അലാ ഖൗം ഫീഹിം ഖാതിഉർ റഹിമി. കുടുംബ ബന്ധം ഒരിക്കലവണോ, ബാപ്പട നമ്പലാക്കണവണോ, ഉമ്മയുടെ മനസ്സിനെ ബേജാറാക്കുവാറ്റവണോ ഉള്ള സമുദായത്തിಗೆ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങല്ല സ്വഹാബ. ഒരാള് ജാവുകൾ സുബൈത്തോല ഖുർആൻ ഓതിട്ട് നിസ്കരിക്കരുത് പേര് ജാവിടെ സുബൈത്തോല ജാവിടെ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് വിത്തറല്ല കഴിഞ്ഞിട്ട് നിസ്കരിക്കണോ തുടങ്ങിയ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ സൂറത്തുൽ ബഖറത്തെ മുതലേ തുടങ്ങണേ ഹാഫിളിട്ട് പേരിക്കുക. സുബൈ ബാങ്ക് തോല നിസ്കരിക്കരുത്. പിന്നൊരു മോണു ഉമ്മ സുബൈയിലിട്ട് സുബൈരെ മോദി തോല കഷ്ട വന്നിട്ട് സ്വറാക്കിയിട്ട് ചോറാക്കിയിട്ടും കരിയാക്കിയിട്ടും തുണി കളിക്കിട്ടും വച്ചിട്ട് കിടന്നിട്ട് ആ ഉമ്മയുടെ കാൽ ഞക്കിരണ്ട് പേരിക്കുക. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ശരീഅത്ത് ചൊല്ലോടു, പരിശുദ്ധ ഇസ്ലാം ചൊല്ലോടു, ഉമ്മയുടെ കാലഞ്ഞക്കൊണ്ട് അല്ലാഹുടെ മുട്ടയാറ പ്രതിഫലമാ. എത്ര ആൾക്ക് പുരുഷത്വമുണ്ട് സ്വന്തം ഞങ്ങളുടെ ഉമ്മമാരെ ഞങ്ങൾ വലിയായിട്ടാകുമ്പോ കൈക്കാല കെട്ടിയായിട്ടാകുമ്പോ പിന്നെ ഉമ്മയുടെ മുട്ട നിൽക്കോ ശങ്കി അവിടെ, ബാപ്പയുടെ തെല്ല് കാലഞ്ഞക്കണക്കോ ശങ്കി അവിടെ, ബാപ്പക്ക് തെല്ല് നൊമ്പറയുന്നെങ്കിൽ ആ ബാപ്പയുടെ ഹിദ്മത്തെടുക്കണക്കോ ഞങ്ങൾ ശങ്കി അവിടെ നാണക്കേട്ട അവിടെ അല്ലേ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു സ്വഹാബി വന്ന് ചൊല്ലു, നബിയെ ഞാൻ ചൊമ്മ തപ്പാക്കിയ നബിയെ, ഞാൻ കണ്ടാവട്ടെ ബെടക്കത്തറാക്കിയ നബിയെ, അല്ലാഹു മാഫു തരുവാണ്. അല്ലാഹുവിന്റെ റസൂൽ കേൾക്കട്, നിങ്ങൾക്ക് ഉമ്മ ഉണ്ടാ, നിങ്ങൾക്ക് ഉമ്മ ഉണ്ടാ, തൗബ ചൊല്ലോർ പള്ളിയിൽ വെച്ചിട്ട് ഉൾവാക്കി വന്നിട്ട് ചൊന്നല്ല, നിങ്ങൾക്ക് ഉമ്മ ഉണ്ടാ. ഉമ്മ ഇല്ല നബിയെ, ഉമ്മയുടെ ഇലകളുണ്ട, കുഞ്ഞുമ ഉണ്ട്, കുഞ്ഞുമുണ്ട്, ആ കുഞ്ഞുമയുടെ ഹിദ്മത്തെടുക്കോർ പോരോ. ഉമ്മ ഇന്നെ ഉമ്മയുടെ ചൊല്ലാണ്, ഉമ്മയില്ല, ആ കുഞ്ഞുമയുടെ ഹിദ്മത്തെടുക്കോർ പോരോ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചൊല്ല തൗബത്തക്ക് ബദൽ ആക്കി പോയ കനകത്തെ ദോഷത്തെ ബദലുക. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു, ഉമ്മയുടെ ഹിദ്മത്തെടുക്കോറു, ഇല്ലാത്തത് കൊണ്ടിട്ട് ഉമ്മയുടെ ഇലവുല്ല കുഞ്ഞുമയുടെ ഹിദ്മത്തെടുക്കോറു. അല്ലാഹു ദോഷത്തെ പുറത്തു തണ്ട. ഈ സമുദായ ബെടക്കാമ്പത്തുക ഞങ്ങൾക്ക് എന്ത് ജവാബ്ദാരി ഇല്ലാണ്ട് ഞങ്ങൾ വീർച്ചമ തൊന്തരല്ല. നാണ് നന്റെ മക്ക സേഫ് അൽഹംദുലില്ലാ, നാണ് നല്ല ഉത്തരം നന്റെ മക്ക നന്റെ ഫാമിലി തൊന്തരല്ല. അത് അങ്ങനെ അബ്ബ ഉമ്മ പൈകണിക്ക് ബുട്രാർ. ആ സമുദായത്തെ നല്ല കൊടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചില്ലെങ്കിൽ അല്ലാഹുടെ അദാബ് മുസീബത്ത് ഇടീ സമുദായത്തെ ബാധിക്കൂ. അല്ലാഹുവിന്റെ റസൂൽ ഒരു ഉദാഹരണം ചൊല്ലുടു. ഒരു വിഭാഗം അല്ലാഹുവിന്റെ ശരീഅത്ത് പാലനാക്കി ജീവിക്കടെ, പിന്നൊരു വിഭാഗം ശരീഅത്തിലെ എല്ലാ പരിധി ലംഘിച്ചിട്ട് അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിക്കരുണ്ടെങ്കിൽ ഈ രണ്ട് സമുദായ ഒരു കായത്തിൽ ജീവിക്കണമെങ്കിൽ അങ്ങനെ ഉദാഹരണം എങ്ങനെ കൊണ്ടുണ്ടാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുടു, അതാ രണ്ട് സമുദായം കപ്പൽ ഇങ്ങനെ സഫർ പോണ്ട് ജർണിയാക്കടെ, ആ കപ്പൽ രണ്ട് തട്ടിക്കടെ, മേൽഭാഗയിക്കടെ കീഴ്ഭാഗയിക്കടെ, ആറ് കീഴ് ദയിക്കണോ ആറ് മേല് ദയിക്കണോണ്ടോ അതാ പരസ്പരം നറുക്കിട്ടിട്ട് തീരുമാനിക്കിടാറ്. പരസ്പരം ചീട്ടിട്ട് ആറ് കീഴ് ആറ് മേല് അങ്ങനെ കൊരിയാട് മേൽ ദയിക്കണം.
സ്ലീപ്പർ കോച്ചിൽ ഒരാൾ കീഴ തേക്കണം കപ്പൽ ഇങ്ങനെ യാത്ര സഫർ പോകുമ്പോ കീഴാൾമാർ കുടിക്കൊണ്ടു തണ്ണില്ല അങ്ങ് തണ്ണി പോയി ഞങ്ങൾ മേൽ പറ്റി അപ്പൊ ഈ കീഴാൾമാർ ആഴ്ചനാക്കാറുള്ള ഞങ്ങൾ എന്ത് കലിക മേൽ പോയിട്ട് അങ്ങനെ ഇടങ്ങിയതാക്കടേ എങ്ങനെ ഒരു പലക പൊട്ട് പോയിട്ട് ഈ കടലിൽ തണ്ണിയുണ്ട് ഒരു പലക മീറ്റ് പൊടിച്ചിട്ട് പൊട്ട് പോയിട്ട് കടലിൽ ഇഷ്ടം പോലെ തണ്ണി ഉണ്ട് അങ്ങ് മീത്ത് അങ്ങനെ ബിയരിച്ചിട്ട് പലക പൊട്ട് പാട്ടുമ്പോ മേലാൾമാർ വെച്ചിട്ട് ഞങ്ങൾക്ക് എന്തും ചൊല്ലുന്നുണ്ടില്ല കാരണം അങ്ങനെ അവകാശപ്പെട്ട ജാഗയ്ക്ക് അങ്ങ് ഒരു പലകല്ല ഇടീ പലകരെ പൊളിച്ചിട്ടിട്ട കാരണം അങ്ങക്ക് അധികാരമുണ്ട് ആ ജാഗയിൽ ഞങ്ങൾ മേലല്ലോ ഉണ്ട് ചൊന്നിട്ട് മുണ്ട തെച്ചെങ്കില അല്ലാഹുവിന്റെ റസൂൽ കേൾക്കട്ടെ ഹദീസാണ് ഹബീബായ തങ്ങൾ ചൊല്ലു കീലങ്ങം ചത്തി മേലങ്ങം ചത്തി എല്ലാവരും പഠിച്ചു അതല്ല അങ്ങ് ഓടി വന്നിട്ട് പൊളിക്കണ്ട പലക പൊളിക്കണ്ട തണ്ണി പേരങ്ങ് ഞങ്ങൾ റകല അവരുടെ കൂടെ വന്ന് കേൾക്കും ഞങ്ങൾ തണ്ട ചൊന്നിട്ട് അങ്ങനെ കൈപിടിച്ചെങ്കിൽ അങ്ങം രക്ഷപ്പെട്ടാറ് ഈ കീഴിലുള്ള ആളുമാറും രക്ഷപ്പെടാറ് പരിശുദ്ധ ഖുർആനിൽ ചൊല്ലുന്ന ഒരു ആയത്തുണ്ട് വലഖദ് അലിംതുമുല്ലദീന അതദൗ മിൻകും ഫിസ്സബത് ഫഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നു അതേ മനുഷ്യന്മാരും മങ്കായിട്ട് ബദലായ ഉദാഹരണ ഖുർആനിലുണ്ട് മനുഷ്യന്മാരും മങ്കായിട്ട് ബദലായി ಮಂಗನಿಂದ ಮಾನವಲ್ಲ ಮಾನವನಿಂದ ಮಂಗ ಇದು ഖുർആന്റെ സൂറത്തുൽ ബഖറ ചൊല്ലു പിന്നെ ಮಂಗನಿಂದ ಮಾನವ ಅದು ಡಾರ್ವಿನ್ ಕಂಡುപിടിച്ച ಸಿದ್ಧಾಂತ ನಂಗೆ ಗೊತ್ತಿಲ್ಲ ಅಲ್ಲಾಹು ಅಲಂ ನಂಗೆ ಅದರ ವಿಶ್ವಾಸ ಇಲ್ಲ ಕಾರಣ ಇಸ್ಲಾಂ ಈ ಜಗತ್ತಿಗೆ ಧಾರಾಳ ಕೊಡುಗೆ ಕೊಡ್ತರು വൈദ്യകീയ ശാസ്ത്രത്തിലും രസായന ശാസ്ത്രത്തിലും ഈ രസായന ശാസ്ത്രത്തെ ഈ കെമിസ്ട്രിയുടെ ദി ഫാദർ ഓഫ് കെമിസ്ട്രി ആര് ഗൊന്തുണ്ട അബൂ മൂസ ജാബിർ ഇബ്നുൽ ഹയ്യാൻ മുസ്ലിം പണ്ഡിതനാണ് ദി ഫാദർ ഓഫ് കെമിസ്ട്രി അബൂ മൂസ ജാബിർ ഇബ്നുൽ ഹയ്യാൻ മുസ്ലിം പണ്ഡിതനാണ് ജാബിർ ഇബ്നുൽ ഹയ്യാൻ എന്ന് ഗൂഗിൾ അടിച്ചു നോക്കിയപ്പോൾ വലിയ മുണ്ടാസ് കെട്ടിയ ഒരു പണ്ഡിതന്റെ ഫോട്ടോ കാണും അയാളാണ് ഫാദർ ഓഫ് കെമിസ്ട്രി 100 വർഷത്തിന് മുമ്പ് ജീവിച്ചു പോയ മഹാൻ പിന്നെ അതിലെ ഇന്ത്യ ചരിത്രത്തിൽ എന്താക്കിയാൽ ഗൊന്തുണ്ട എല്ലാ പേര് ബദലാക്കുന്ന സമ്പ്രദായം ഇപ്പം നടന്നുകൊണ്ടുണ്ടല്ലേ അതുപോലെ ഇയാളൊരു മുസ്ലിം പണ്ഡിതന് ഗൊന്ത അവിടെ വേണ്ട ചൊന്നിട്ടു ഈ ജാബിർ ഇബ്നു ഹയ്യാന്റെ ഗബർ ഉണ്ടാക്കിയ GEBR ഗബറിന്റെ അടിച്ചു നോക്കിയാൽ ഫോട്ടോ വേണ്ട അതുപോലെ 1498 വാസ്കോ ഡ ഗാമ പോർച്ചുഗലിലെ ഭാരതത്തെ കാലിക്കറ്റ് വന്നില്ലേ എന്ത് മാപ്പ് നോക്കിയിട്ട് അയാൾ വന്നു അന്നിപ്പോ കാസർഗോഡിന്റെ കൂടെ പറഞ്ഞെങ്കിൽ ഞാൻ ഗൂഗിൾ മാപ്പ് ഉസ്താദിനൊക്കെ മാപ്പിനെ സുമാർപെട്ട കൂടെ പറഞ്ഞെങ്കിൽ ഈ ഭാഗത്ത് പറയുമ്പോൾ കൺഫ്യൂസ് ആവും മാപ്പ് കടത്തിയത് അത് നോക്കിയിട്ട് വന്നു 1498 വാസ്കോ ഡ ഗാമ പോർച്ചുഗലിലെ ഭാരതത്തെ കാലിക്കറ്റ് വന്നില്ലെങ്കിൽ അയാൾക്ക് മാപ്പ് എഴുതി കൊടുത്തില്ല കൊണ്ടുണ്ട അയാൾക്ക് മാപ്പ് എഴുതി കൊടുത്തിട്ട് ഒരു മുസ്ലിം പണ്ഡിതനാണ് അഹ്മദ് ഇബ്നു മാജിദ് റഹ്മത്തുള്ളാഹി അലൈഹി അഹ്മദ് ഇബ്നു മാജിദ് ചൊല്ലിയ ആളാണ് മാപ്പ് എഴുതി കൊടുത്തേ ഇന്ന ജാഗയിൽ ഇങ്ങനെ പോകണമെന്നുണ്ട് കടൽ അയാൾ അറിയപ്പെട്ട എങ്ങനെ കൊണ്ടുണ്ട് ലയൺ ഓഫ് സീ അഥവാ ബഹ്റുൽ അമീർ അമീറുൽ ബഹർ എന്നറിയപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു മാജിദ് അതുപോലെ ഏത് മെഡിക്കൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഇട്ട് കേട്ടും കൊന്താവൂ അബൂ അലി അൽ ഹുസൈൻ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സീന അയാള് 100 കണക്കിൽ ഗ്രന്ഥം എഴുതിയ ആളാണ് തത്വശാസ്ത്രത്തിൽ 100 കണക്കിൽ ഗ്രന്ഥം എഴുതിയ വൈദ്യകീയ ശാസ്ത്രത്തിൽ 100 കണക്കിൽ ഗ്രന്ഥം എഴുതിയ അയാളുടെ ലോകപ്രസിദ്ധമായ അൽ ഖാനൂൻ തുബ്ബി ചൊല്ലിയ കണക്കത്തെ ഒരു ഗ്രന്ഥ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ആക്കിയിട്ടതിരെ ദി കാനോൺ ഓഫ് മെഡിസിൻ ഉണ്ട് വീണ്ടും MBBS പഠിക്കുന്ന സ്റ്റുഡന്റിന് പഠിപ്പായിട്ടുള്ള ഇബ്നു സീന എഴുതിയത് ഒരുപക്ഷെ മെഡിക്കൽ പഠിക്കുന്ന സ്റ്റുഡന്റിന് ഇത് കേട്ടിട്ടാകുമ്പോൾ ഇബ്നു സീന ഗൊന്തായില്ലെങ്കിൽ അവിസെന്നാണ്ട് കേട്ടെങ്കിൽ അങ്ങ് ഗൊന്താവൂ ചരിത്രത്തിൽ പേര് ബദലാക്കി ഇബ്നു സീന ചൊല്ലുമ്പോൾ മുസ്ലിം പണ്ഡിതനല്ലേ വേണ്ട ബദലാക്കുക അവിസെന്നാണ്ടാക്കിയാൽ അവിസെന്നാണ്ട് അടിച്ചെങ്കിലും ഇബ്നു സീനാണ്ട് അടിച്ചു നോക്കിയെങ്കിൽ വലിയൊരു മുണ്ടാസ് കേട്ടിട്ടുള്ള ഒരാളുടെ ഫോട്ടോ കാണും അമേരിക്കത്തെ റൈറ്റ് സഹോദരന്മാർ വിൽബർ റൈറ്റും പിന്നെ ഈ ആൽബർട്ട് റൈറ്റും 100 വർഷത്തിന് മുന്നോട്ട് ഈ ഫ്ലൈറ്റ് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ 500 വർഷത്തിന് മുന്നോട്ട് ജീവിച്ച കൽക്കത്തെ അബ്ബാസ് ഇബ്നു ഫർനാസുകളുടെ കൽക്കത്തെ ഒരാള് അയാള് അന്റെ ഗ്ലേഡർ യൂസ് ആക്കിയിട്ടുണ്ടല്ലേ പാറുണു കാവുടു ചൊല്ലിട്ട് സ്ഥാപിച്ച കൽക്കത്തെ ആളാണ് ദി ഫാദർ ഓഫ് ഫ്ലൈയിങ് മെഷീൻ എന്ന് അയാൾ അറിയപ്പെട്ടത് അബ്ബാസ് ഇബ്നു ഫർനാസ് ഈ ലോകത്തിക്ക് സാഹിത്യത്തിക്ക് വിജ്ഞാനത്തിക്ക് വൈദ്യകീയ ശാസ്ത്രത്തിക്ക് കെമിസ്ട്രിക്ക് ഇസ്ലാം വലിയ കൊടുക്കെ കൊടുക്കാൻ ധർമ്മമാണ് മതമാണ്
ഇസ്ലാം വിദ്യാഭ്യാസത്തിലൂടെ അഡ്ഡ വന്നിട്ടില്ല, അടിയായിട്ടില്ല. പെണ്ണിന്റെ വിദ്യാഭ്യാസത്തിലും ഇസ്ലാം എതിരായില്ല. ലോകത്തിൽ ഒന്നാമത്തെ യൂണിവേഴ്സിറ്റി സ്ഥാപനാക്കി ആര് കൊന്നുണ്ട്? ഫാത്തിമ അൽ ഫിഹരി ചൊല്ല ഒരു പെണ്ണിങ്. ഫാത്തിമ അൽ ഫിഹരി ചൊല്ല ഒരു പെണ്ണിങ് ലോകത്തിൽ ഒന്നാമത്തെ യൂണിവേഴ്സിറ്റി തുടങ്ങിയത്. പ്രപഞ്ചത്തിൽ ഒന്നാമത്തെ യൂണിവേഴ്സിറ്റി ഫാത്തിമ അൽ ഫിഹരി ചൊല്ലേ. അനന്തര അവകാശമായിട്ട് കിട്ടിയ സ്വത്തിൽ നിന്നിട്ടാണ് ആ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി. അതിൽ കെമിസ്ട്രിയും സംഗീതവും വൈദ്യകീയ ശാസ്ത്രവും ഖഗോള ശാസ്ത്രവും എല്ലാം പഠിപ്പാട്ടിരിക്കാൻ വ്യവസ്ഥ ചൊന്നോണ്ട് വന്നേ.